പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവസാനവട്ട മധ്യസ്ഥ ചർച്ചയോടനുബന്ധിച്ച് വെടിനിർത്തൽ പ്രഖ്യാപനം ഹമാസ് സമ്മതിച്ചിരിക്കുന്നു കരാർ വ്യവസ്ഥ എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. ഇത് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും നേതൃത്വത്തിലാണ് അവസാനവട്ട ശ്രമം എന്ന നിലക്ക് വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തത്. ആ ചർച്ച പ്രകാരം 60 ദിവസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യത്തെ പ്രഖ്യാപനത്തിൽ വന്നത്. അത് ഏറെക്കുറെ ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു. ഈ 60 ദിവസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ശേഷിക്കുന്ന ജീവനുള്ള 20 ബന്ദികളെ പരസ്പരം കൈമാറണം. അതിനോടനുബന്ധിച്ച് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ അതിൽ പറയുന്നു. റഫേയുടെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറും. അതോടെ തന്നെ പ്രധാനമായിരിക്കുന്ന ഗസയുടെ നഗര ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറും. പിന്നീട് ഈ 60 ദിവസത്തെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടതിനിടയിൽ സമ്പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ഇതോടനുബന്ധിച്ച് ആരംഭിക്കും എന്നുള്ള കാര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് പുറത്തു വരികയാണ്. എന്നാൽ ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കണം എന്നുള്ളത് അംഗീകരിച്ചിട്ടില്ലെന്നും ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാണ്, യുഎന്നിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കയ്യിൽ അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ നൽകാൻ വേണ്ടി തയ്യാറാണ് എന്ന് ഹമാസ് പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങൾ ഖത്തറിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ ഈ ഗസയുടെ ഭരണം ഏറ്റെടുക്കുന്നതിൽ തങ്ങൾക്ക് വിരോധമില്ല എന്നുള്ള ഒരു അഭിപ്രായവും ഹമാസ് പറഞ്ഞതോടുകൂടി ഏറെക്കുറെ ഇത് സാധ്യമാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്.